ഞാൻ ദേവി ദേവത. വെൽക്കം ടു മൈ ചാനൽ ദേവി ദേവമോഹനം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വരുന്നത് ഒരു സ്പിരിച്വൽ പ്രാക്ടീസിനെ കുറിച്ചാണ്. അതൊരു സ്പിരിച്വൽ പ്രാക്ടീസ് മാത്രമല്ല, അത് പലരും ഇതൊരു സ്പിരിച്വൽ പ്രാക്ടീസ് ആണെന്ന് അറിയാതെ ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് ഇതൊരു അതിശയമായിരിക്കും. അതായത് ട്രീ ഹഗ്ഗിങ്. പലരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ കണക്ഷൻ തോന്നുന്ന ഒരു ട്രീ, നമുക്ക് നന്നായിട്ട് അറിയുന്നൊരു ട്രീ, ആ ട്രീയോട് അല്ലെങ്കിൽ തന്നെ നമുക്കൊരു ഇഷ്ടം കാണും. പക്ഷെ നമുക്ക് വളരെ കണക്ഷൻ തോന്നുന്നൊരു ട്രീയെ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ഹഗ് ചെയ്ത് നോക്കുമ്പോൾ അതിന് ശേഷമുള്ള നമ്മുടെ ഒരു എനർജിയിൽ വരുന്ന വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ട്രീ ഹഗ്ഗിങ് എന്ന് പറഞ്ഞാൽ അത് വളരെയേറെ ബെനിഫിറ്റ്സ് ഉള്ളൊരു കാര്യമാണ്. അതായത് ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് എന്നതിന് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഒരു സ്പിരിച്വൽ ജേർണിയിലുള്ള ഒരാൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമുണ്ട്, ഗ്രൗണ്ടിങ്. അതിൽ ഏറ്റവും നമുക്ക് എഫക്റ്റീവായൊരു ടെക്നിക്കാണ് ട്രീ ഹഗ്ഗിങ്. നമ്മൾ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഒരു ട്രീയെ നമ്മൾ ഹഗ് ചെയ്യുക എന്നുള്ളത്. അതുവഴി നമുക്ക് ഗ്രൗണ്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് കുറച്ച് സ്ട്രെസ് ഉണ്ടെങ്കിലോ ടെൻഷൻ ഉണ്ടെങ്കിലോ ഒക്കെ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കണക്ഷനുള്ള ഒരു ട്രീയെ നമ്മൾ ഹഗ് ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രെസ്സ് നമുക്ക് കുറയുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ആ ട്രീ അത് മാറ്റിത്തരും. അത് നേച്ചറുമായിട്ടുള്ളൊരു കണക്ഷനെയും സൂചിപ്പിക്കുന്നുണ്ട്. നേച്ചറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായൊരു വഴിയാണിത്. അതുമാത്രമല്ല, നമ്മൾ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. നമുക്കൊരു എന്താ പറയുക, ഒരു സാധാരണ നമ്മുടെ ഒരു ഫ്രണ്ടിനെയോ ഒക്കെ ഹഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതുപോലെ തന്നെ ഒരു ലവ് ഹോർമോൺ ഉണ്ടാവാൻ അത് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ നമുക്കൊരു നല്ല ഫീലിംഗ് ഉണ്ടാകാൻ സഹായിക്കും ഒരു ട്രീ ഹഗ്ഗിങ്. അത് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് കണക്ഷനുള്ളൊരു ട്രീയും കൂടെ ആകുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു മനോഹരമായിരിക്കും. ആ ഒരു ഹീലിംഗ്, അതൊരു ഹീലിംഗ് തന്നെയാണ്. അതിന് പലതരം മരങ്ങൾ നമുക്കിഷ്ടമുള്ള കണക്ഷനുള്ള മരങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ ചില മരങ്ങൾ വളരെ ഡിവൈൻ ആയിട്ട് കരുതുന്ന ചില മരങ്ങളുണ്ട്. ചിലതൊക്കെ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ നമുക്ക് ദേവദാരു, ഇതൊക്കെ ഇപ്പം നമ്മുടെ കേരളത്തിൽ കാണുന്നൊരു ദേവദാരു ഉണ്ട്. പക്ഷേ കാശ്മീരിലൊക്കെ കാണുന്നത് വേറൊരു മരത്തിനെയാണ് അവർ ദേവദാരു എന്ന് പറയുന്നത്. പക്ഷേ അതിനൊക്കെ ഒരു പ്രത്യേക സുഗന്ധമുണ്ട്. അതിന് ഒരു ഡിവൈനാണ് അതിൻ്റെയൊക്കെ ഒരു ഫ്രേഗ്രൻസ്. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ അടുത്ത് പോയി നിൽക്കുമ്പോൾ പോലും നമുക്കതിൻ്റെ ഒരു ഹീലിംഗ് കിട്ടും. നമുക്കൊരു പ്രത്യേക ഫീലിംഗ് നമുക്കുണ്ടാവും. അതിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ പോലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ട്രീക്ക് മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ ആ ഒരു ട്രീയെ നമ്മൾ ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു ഫീലിംഗാണ് നമുക്ക് കിട്ടുന്നത്. അത് വളരെയേറെ നമ്മളെ ഹീൽ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. സ്പിരിച്വൽ ജേർണിയിലുള്ളവർക്ക് മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നൊരു കാര്യമാണ്. നേച്ചറായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. നമ്മൾ ഭൂമിയിൽ താമസിക്കുമ്പോൾ ഭൂമിയായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.